യാന കേവ്സിലേക്ക് ഒരു അഡ്വഞ്ചർ ഡ്രൈവിനൊക്കെ ശേഷം നമ്മൾ പോയത് ഗോകർണയിലേക്കാണ്. ഗോകർണ ഓം ബീച്ചിലെ സൺസെറ്റും അത് കഴിഞ്ഞ് മുരുഡേശ്വരയിലേക്കുള്ള യാത്രയും മുരുഡേശ്വര ശിവ ടെമ്പിളൊക്കെ കണ്ട കാഴ്ചയാണ് വണ്ടേഴ്സ് ട്രിപ്പിന്റെ പുതിയൊരു വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. കർണാടക മൺസൂൺ അഡ്വഞ്ചർ സീരീസിന്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൂന്ന് മണിയോടെയാണ് യാന കേവ്സ് നിന്ന് ഗോകർണയിലേക്കുള്ള ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. യാന കേവ്സ് നിന്ന് 48 കിലോമീറ്റർ ആണ് ഗോകർണയിലേക്കുള്ള ദൂരം. പോകുന്ന വഴിയൊക്കെ വളരെ മോശമായതുകൊണ്ടും നല്ല രീതിയിൽ മഴ പെയ്യുന്നത് കൊണ്ടും വളരെ പതുക്കെയായിരുന്നു നമ്മളെ യാത്ര. നല്ല മഴയാണെങ്കിൽ ഗോകർണയിലേക്കുള്ള ട്രിപ്പ് വരെ ക്യാൻസൽ ചെയ്ത് ഇവിടെ നേരെ NH66 കയറി തിരിച്ച് ഉടുപ്പിയിലേക്ക് പോയാലോ എന്ന് വരെ ചിന്തിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷേ ഒരു 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്ത് ഈ ഒരു പ്ലേസിൽ എത്തുമ്പോൾ നമുക്ക് നല്ലൊരു ലൈറ്റാണ് കിട്ടിയത്. കാടിലൂടെയെല്ലാം ഇത്ര സമയം മൂടിയ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ യാത്ര ചെയ്തത്. ഇവിടെ എത്തുമ്പോഴത്തേക്കും ഒരു തുറന്ന പ്രദേശം എത്തി. ഇവിടെ നമുക്ക് ദൂരെ ആ ഒരു NH66 പോകുന്നതും അതിൻ്റെ അപ്പുറം ബീച്ചും ഒക്കെ കാണാൻ കഴിയും. നാഷണൽ ഹൈവേന്ന് ഈ കാണുന്ന ലെഫ്റ്റ് എടുത്ത് 15 കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഗോകർണ ഓം ബീച്ച് എത്തുന്നത്. നമ്മൾ ഈ റോഡ് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു ബോർഡ് കാണാം. ഗോകർണയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് മഹാബലേശ്വര ടെമ്പിൾ. ഇതുകൂടാതെ ഇവിടെ ധാരാളം ബീച്ചുകളും നമുക്ക് കാണാൻ കഴിയും. അതിലൊരു ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് ഓം ബീച്ച്. അതുകൂടാതെ കുഡ്ലെ ബീച്ച്, ഗോകർണ ബീച്ച്, ഹാഫ് മൂൺ ബീച്ച്, പാരഡൈസ് ബീച്ച്, ഇങ്ങനെ കുറേ ബീച്ചുകൾ നമുക്കിവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതിൽ നമ്മൾ ഇന്ന് പോകുന്നത് പ്രധാനപ്പെട്ട ഒരു ബീച്ചായ ഓം ബീച്ചിലേക്കാണ്. നല്ല മനോഹരമായ വഴികളിലൂടെയാണ് നമ്മൾ ഗോകർണയിലേക്കുള്ള യാത്ര പോകുന്നത്. കൊച്ചു കൊച്ചു ഗ്രാമങ്ങളും വയലും വാട്ടർ ബോഡീസും ഇതൊക്കെ കണ്ട് മുന്നോട്ട് പോയി ഓം ബീച്ച് അടുക്കും തോറും ചെറിയ രീതിയിൽ കാടൊക്കെ വന്നു തുടങ്ങും. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത യാത്ര 5 മണിയോടെയാണ് നമ്മൾ ഓം ബീച്ചിന്റെ പാർക്കിങ്ങിലെത്തുന്നത്. പാർക്കിംഗ് ഫീസായ 30 രൂപ കൊടുത്ത് നമ്മൾ വണ്ടി അകത്തോട്ട് കയറ്റി. ഗോകർണയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു കഫേയും സ്റ്റേയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥലമാണ് നമസ്തേ കഫേ. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. പാർക്ക് ചെയ്ത് മുന്നോട്ട് നടന്നു പോകുമ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും ഓം എഴുതിയത് കാണാൻ പറ്റും. ഇതുകൂടാതെ വെൽക്കം ടു ഓം ബീച്ച് എന്നൊരു വലിയൊരു ബോർഡും കാണാം. ഇവിടെ പൊതുവെ ഹിപ്പി കൾച്ചർ ഫോളോ ചെയ്യുന്നത് കൊണ്ടും പല ഹിപ്പികളെ നമുക്കിവിടെ കാണുന്നത് കൊണ്ടും ഇവിടെ വരുന്ന പല ആളുകളും മുടിയിലൊക്കെ ഇതുപോലെ ചെയ്തിട്ടാണ് ബീച്ചിലേക്ക് ഇറങ്ങാറ്. സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയാലാണ് ബീച്ച് എത്തുന്നത്. ഈ ഒരു ബീച്ചിന്റെ ഏരിയൽ വ്യൂ നോക്കുകയാണെങ്കിൽ ഒരു ഓം നേതിയ ഷേപ്പിലാണ് ഈ ഒരു ബീച്ചിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ബീച്ചിനെ ഓം ബീച്ച് എന്നറിയപ്പെടുന്നത്. ബീച്ചിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായി വിശന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള നമസ്തേ കഫേയിൽ നമ്മൾ കയറി പോകും തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ കയറി ഇരുന്ന് ഒന്ന് ചുറ്റും നോക്കുമ്പോൾ മൊത്തം തെരുവ് നായ്ക്കളും ഈച്ചയും അങ്ങനെ ഒട്ടും ഹൈജീനിക് അല്ലാത്തൊരു ഫീലിംഗ് കിട്ടിയതുകൊണ്ട് നമ്മൾ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. നമ്മൾ വന്ന വഴി ഈ സ്റ്റെപ്പൊക്കെ കയറി വേണം തിരിച്ച് പാർക്കിങ്ങിലെത്താൻ. പാർക്കിങ്ങിൽ പോയി വണ്ടിയെടുത്ത് അടുത്ത പോകാൻ പോകുന്നത് മുരുഡേശ്വരയിലേക്കാണ്. 5:45 ഗോകർണയിൽ നിന്ന് മുരുഡേശ്വരയിലേക്കുള്ള യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പോകുന്ന വഴിക്കാണ് ഈ ഒരു ബീച്ചിന്റെ വ്യൂ പോയിന്റ് കണ്ടത്. വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി നിർത്തലും ചെറുതായി ഒന്ന് മഴ പെയ്തു. അതുകൊണ്ട് അവിടെ നിർത്താതെ നമ്മൾ വേറെ ഒരു സ്പോട്ടിൽ വണ്ടി നിർത്തി. ഗോകർണയിൽ പൊതുവെ നമുക്ക് ഇതായിരിക്കും കാഴ്ചയുണ്ടാവുക. കാടും കടലും ഇങ്ങനെ കുറേ സ്ഥലങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇവിടെ പൊതുവെ പല ബീച്ചുകളും നമ്മൾ ട്രെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു 2-3 ദിവസം സ്റ്റേ ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് കണ്ടു തീർക്കാൻ പറ്റും. 80 കിലോമീറ്റർ ആണ് ഗോകർണയിൽ നിന്ന് മുരുഡേശ്വരയിലേക്കുള്ള ദൂരം. ഏകദേശം 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്താലാണ് നമ്മൾ മുരുഡേശ്വര എത്തുന്നത്. NH66 വഴിയാണ് നമ്മൾ ഇനിയുള്ള യാത്ര മുന്നോട്ട് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കാഴ്ച എന്ന് പറയുന്നത് കുന്നും മലകളും ഇടക്കിടക്ക് വരുന്ന പാലങ്ങളും ജംഗ്ഷനുകളും ഇതൊക്കെ തന്നെയാണ് കാഴ്ച. ഇടയ്ക്കൊക്കെ നിർത്തി പതുക്കെ വന്നതുകൊണ്ട് 7:30 ആകുമ്പോഴത്തേക്കാണ് നമ്മൾ മുരുഡേശ്വര എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നത്. NH66 ഈ കാണുന്ന റൈറ്റ് എടുത്ത് വേണം മുരുഡേശ്വര ടെമ്പിളിലേക്ക് പോകാൻ. ഈ ഒരു വലിയ ഗോപുരത്തിന്റെ അകത്തൂടെ വേണം നമ്മൾ ഉള്ളിലേക്ക് കടക്കാൻ.
ഈ റോഡ് കയറി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ വണ്ടിക്ക് പല ആളുകളും കൈ കാണിക്കുന്ന കാണാം. ഇവിടുത്തെ ഹോട്ടലിലോ ഇവിടുത്തെ സ്റ്റേകളിലേക്കൊക്കെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളുകളാണ് ഇതൊക്കെ. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ചെരുപ്പൊക്കെ പുറത്ത് വെച്ച് നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം അമ്പലമൊക്കെ ക്ലോസ് ചെയ്യേണ്ട ഒരു ടൈമായി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ അത്യാവശ്യം സ്പീഡായിട്ടായിരുന്നു ഒന്ന് കണ്ടു തീർത്തത്. നമ്മൾ യാത്ര ചെയ്ത് ഈ ഒരു മുരുടേശ്വരയിലേക്ക് വരുമ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്ന ആ ഒരു വലിയ ഗോപുരമാണ്. ആ ഗോപുരത്തിന്റെ ബാക്കിലാണ് നമുക്ക് ശിവന്റെ ആ ഒരു വലിയ പ്രതിമ കാണാൻ കഴിയുന്നത്. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ആ ഗോപുരമൊക്കെ കടന്ന് അമ്പലത്തിന്റെ അകത്തേക്ക് കയറുമ്പോഴാണ് ആ ഒരു ശിവന്റെ സ്റ്റാച്യു കാണാൻ പറ്റുന്നത്. ഫീറ്റ് ഹൈറ്റുള്ള ഈ ഒരു ഗോപുരമാണ് ഇന്ത്യയിലെ സെക്കൻഡ് ലാർജസ്റ്റ് ഗോപുരം എന്നറിയപ്പെടുന്നത്. ഇതുകൂടാതെ ആ ഒരു മലമുകളിൽ കാണുന്ന ശിവ സ്റ്റാച്യു ആണ് ഇന്ത്യയിലെ ഏറ്റവും ഹൈറ്റുള്ള ശിവ സ്റ്റാച്യു. 37 മീറ്ററാണ് അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ കുറച്ച് നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഗോപുരത്തിൻ്റെ മേളിൽ കയറി ആ ഒരു കംപ്ലീറ്റ് വ്യൂ കാണാൻ കഴിയും. ഈ ഒരു ഗോപുരത്തിൻ്റെ മേളിലേക്ക് കയറാൻ വേണ്ടി ഇവിടെ ലിഫ്റ്റൊക്കെ ഉണ്ട്. 10 രൂപയാണ് ഒരാൾക്കുള്ള ചാർജ്. ശിവന്റെ സ്റ്റാച്യു കൂടാതെ ദ മുരുടേശ്വര മാൻ എന്നറിയപ്പെടുന്ന ആർ.എൻ. ഷെട്ടിയുടെ സ്റ്റാച്യുവും നമുക്കിവിടെ കാണാൻ കഴിയും. മുരുടേശ്വര എന്ന് പറയുന്ന സ്ഥലത്തെ വളർച്ചയും ആ ഒരു ടൂറിസത്തിന്റെ ഗ്രോത്തും എല്ലാത്തിനും കാരണമായ ഒരു വ്യക്തിയാണ് ആർ.എൻ. ഷെട്ടി. മുരുടേശ്വരയിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും 8:30 ആയിരുന്നു സമയം. നമ്മൾ പ്രത്യേകിച്ച് ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല രീതിയിൽ വിശക്കുന്നുമുണ്ട്. ഇനിയുള്ള പ്ലാൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് തിരിച്ച് ഉടുപ്പിയിലേക്കുള്ള യാത്രയാണ്. ഉടുപ്പിയിൽ പോയി റെസ്റ്റ് എടുത്ത് നാളെയാണ് അടുത്തൊരു ട്രിപ്പ് പോകുന്നത്. ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺഡ്. ബൈ.